ആദ്യമായിട്ടാണ് ഒരു പ്രിൻസിപ്പൾ എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നത്. സന്തോഷമായി. രാവിലെ എഴുന്നേക്കും എൻ്റെ അപ്പൻ്റെ ഒരു ഒച്ചയാണ് ഞാൻ കേൾക്കുന്നത്. ജീവിതത്തിൽ 19 വയസ്സിൽ അന്ന് നീ പിടിച്ചെന്നില്ലേ, ഇപ്പൊ നീ എന്താ തളരുന്നത്? ആ ഒരൊറ്റ വേർഡാണ്. ഞാൻ ഒരിക്കൽ രേഖ ചേച്ചി എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ട്, അല്ലെങ്കിൽ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സാധനം. ഒരു കൈ കൊണ്ട് തല്ലിയാൽ മറു കൈ കൊണ്ട് തലോടണം. വളയ്ക്കാനേ പാടുള്ളൂ, പിള്ളേരെ ഓടിക്കരുത്. അപ്പം വളയ്ക്കേണ്ട സ്ഥലത്ത് നമ്മളത് വളയ്ക്കുക തന്നെ ചെയ്യണം. നോ പറയേണ്ടടുത്ത് നോ പറയുക തന്നെ ചെയ്യണം. ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇതൊക്കെ എന്തൊക്കെ ഇതിലും ചാടിക്കിടന്നവനാണ് KK ജോസഫ് എന്ന്. അത്ര ഈസി ആയിട്ട് എടുക്കാൻ പറ്റണം. മീറ്റ് ദീദി ഇൻ ആക്ഷൻ. താങ്ക് യു. ഹലോ, നമസ്കാരം. ഞാൻ ഇന്ന് എന്താണ് ഈ ക്ലാസ് റൂമിൽ ഇരിക്കണമെന്നല്ലേ, ഞാൻ ഇന്ന് ക്ലാസ് റൂമിൽ ഇരുന്നു കൊണ്ട് ഒരു പ്രിൻസിപ്പളിനെയാണ് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. ഐ എം സോ ഹാപ്പി ദറ്റ് ഐ എം സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് സാക്ഷാൽ ഡോക്ടർ ബിന്ദു ആൻഡ് തോമസ്, ട്രെയിനർ ആൻഡ് പ്രിൻസിപ്പൽ ഓഫ് കൊച്ചി ബിസിനസ് സ്കൂൾ, കാക്കനാട്. സന്തോഷമായി കണ്ടപ്പോൾ. എനിക്കതിലേറെ സന്തോഷം. കാരണം എന്നെ സംബന്ധിച്ചുള്ള രേഖ ചേച്ചിയെ ഞാൻ കൊച്ചിലെ മുതൽ കാണുന്നതാണ്. എൻ്റെ ഒരു ഡ്രീം കം ട്രൂ ആണ് ടുഡേ. ആദ്യമായിട്ടാണ് ഒരു പ്രിൻസിപ്പൾ എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നത്. സന്തോഷമായി. അപ്പോൾ കൊച്ചി ബിസിനസ് സ്കൂളിനെ കുറിച്ച് ഒരുപാട് കേട്ടിരിക്കുന്നു. ഇപ്പോൾ അതായത് ഞാൻ കാണാനും അല്ല, ഈ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ പണ്ടത്തെ കോളേജിൻ്റെ ഒരു ഫീലിംഗ്. ഞാൻ MBA അല്ല പഠിച്ചേക്കണേ, എന്നിരുന്നാലും താങ്കളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊച്ചി ബിസിനസ് സ്കൂൾ 13 കൊല്ലമായിട്ടുണ്ട്, റൈറ്റ്? ഇപ്പോൾ ഈ 2024 എന്ന ഈ കൊല്ലത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഐ നോ ദാറ്റ് യു ഹാവ് ഒരു കണക്ക് പറയുകയാണെങ്കിൽ, അച്ഛൻ കണക്ക് മാഷായിരുന്നല്ലോ, അതുകൊണ്ട് ഒരു 12:120:180 എന്ന തരത്തിലാണ് നിങ്ങളുടെ കുട്ടികളുടെ ഇൻടേക്ക്. അപ്പോൾ ഇപ്പോൾ ഈ കൊല്ലം എന്താണ്, വാട്ട് ഈസ് ദിസ് ആക്ടിവിറ്റീസ് ഓഫ് കൊച്ചി ബിസിനസ്, ഒന്ന് പറയാമോ ബിന്ദു? തീർച്ചയായിട്ടും ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഒരു ജോമെട്രിക്കൽ പ്രോഗ്രഷനിലുള്ള ഒരു ഗ്രോത്ത് ആണ് ആക്ച്വലി കൊച്ചി ബിസിനസ്. ആൻഡ് നമ്പർ സ്പീക്സ് എ ലോട്ട് ഓൾസോ. അപ്പം ഞങ്ങൾ 20 തുടങ്ങി, അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി വി കം ടു 120 കൺസിസ്റ്റൻ്റ് ആയിട്ട് 4 വർഷം പോയി 180 നിൽക്കുന്നു. വാട്ട് മേക്സ് കൊച്ചി ബിസിനസ് സ്കൂൾ ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് ഇസ്, നമ്മളൊരു MBA എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ബിസിനസ്സും വേണം, അഡ്മിനിസ്ട്രേഷൻ വേണം. നമ്മുടെ കുട്ടികൾ വി കോൾ ഇറ്റ് ആസ് എ പ്രോഡക്ട്സ്, അവർ പോകുന്നത് നേരെ ഇമ്മീഡിയറ്റ്ലി കോർപ്പറേറ്റ്സിലേക്കായിരിക്കണം. കോർപ്പറേറ്റ്സിലേക്ക് പോകുമ്പോൾ ദേ ആർ ദ റിയൽ കസ്റ്റമേഴ്സ്. അപ്പോൾ കസ്റ്റമേഴ്സിന് വേണ്ടത് എന്താണെന്നുള്ളത് നമ്മൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞ് അതിനെ ഗ്രൂം ചെയ്യുന്നതാണ് ഞങ്ങളുടെ കോളേജ്. അതിനുവേണ്ടി വാട്ട് മേക്സ് ഡിഫറെൻ്റ് എന്ന് വെച്ചാൽ, വൺ തിങ് ഇസ് ഞങ്ങൾ എടുക്കുന്ന ഇവൻറ്റ്സ്. പണ്ട് നമ്മൾ വലിയ ഇവൻറ്റ് മാനേജ്മെൻറ്റുകൾ എടുക്കുന്നത് ഇപ്പം നമ്മുടെ സ്റ്റുഡൻസ് ആണ് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം മനോരമയുടെ വലിയ മെഷീൻ എക്സ്പോ വരും. ഹൂ ഈസ് ദ ഓർഗനൈസർ? കൊച്ചി ബിസിനസ് സ്കൂൾ. ഇപ്പം ഇന്നലെ വന്നിട്ടുള്ള സമ്പാദ്യത്തിൻ്റെ ഇത് വരും. ഹൂ ഈസ് ദ എൻറ്റയർ തിങ് ഇസ് ഡൂയിങ് ബൈ ദ കൊച്ചി ബിസിനസ് സ്കൂൾ. അതിൽ തന്നെ ഒരു CCL മനോരമ വിത്ത് കൊക്കക്കോള വന്നു. ആരാണ് അത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്? കൊച്ചി. സോ എറണാകുളത്തുള്ള പല മെഗാ ഇവൻറ്റ്സ് വരുമ്പോഴും നമ്മുടെ കുട്ടികളാണ് കോർപ്പറേറ്റ്സ് തരുന്നത്. അത് വിശ്വാസമാണ്. ദാറ്റ് മീൻസ് ഇവിടുത്തെ പിള്ളേരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരത് വൃത്തിയായിട്ട് പ്ലാനിങ് മുതൽ എക്സിക്യൂഷൻ. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി. ആക്ച്വലി വി ആർ എൻ MBA കോളേജ് അല്ലേ, ബിസിനസ് പഠിപ്പിക്കുകയല്ല, ഞങ്ങൾ ആക്ച്വലി കുട്ടികളെ കൊണ്ട് അത് റൺ ചെയ്യിപ്പിക്കാൻ ശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ക്ലാസ്സിലിരുന്ന് ഇപ്പം നമ്മൾ MBBS പഠിക്കുന്നത് ശരിക്കും നമ്മളൊരു സർജറി ചെയ്യാൻ പഠിച്ചിട്ടാണ്. പക്ഷേ MBA വരുമ്പോൾ ഒരിക്കലും നമ്മൾ തിയറട്ടിക്കൽ മാത്രമാണ്. ഞങ്ങൾ ഇവിടെ പിള്ളേരെ കൊണ്ട് ശരിക്കും ചെയ്യിപ്പിച്ചാൽ പഠി. ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ഫാന്റാസ്റ്റിക്. വെബ്സൈറ്റിൽ ഞാൻ കണ്ടു കൊച്ചി ബിസിനസ് സ്കൂളിന്റെ EEE എംപവർമെന്റ്, എംപ്ലോയബിലിറ്റി ആൻഡ് ഓൺട്രപ്രണർഷിപ്പ്. ഈ പറയുന്ന ഓൺട്രപ്രണർഷിപ്പ് സാധാരണ നിലയിൽ ഞങ്ങളുടെ കരിക്കുലത്തിൽ നമ്മൾ കാണാറില്ല. അപ്പൊ സ്പെസിഫിക്കലി ബിന്ദു ചെയ്യുന്ന കാര്യങ്ങൾ, ഇവിടുത്തെ ഫാക്കൽറ്റി കൂടി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ബിക്കോസ് ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ജോലിയിലാണെങ്കിലും അവനവനാണ് സ്വന്തം ഈ ഡിപ്പാർട്ട്മെന്റിന്റെ CEO എന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും. എക്സാക്ട്ലി. സോ ഹൗ ഡു യു ഡു ദാറ്റ്? നമ്മൾ EEEലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എംപവർ ചെയ്യണം. കാരണം ഒരു കുട്ടിയെ സംബന്ധിച്ചുള്ള ഇപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എടുത്ത് 10ാം ക്ലാസ്സിൽ കുറയും കൂടെ ഓറിയന്റേഷൻ, 12th വരുമ്പോൾ കുറയും, എന്നാലും ഒരു ഡിഗ്രി വരുമ്പോൾ കരിയിലക്കാറ്റ.
അങ്ങനെ അങ്ങ് പോകും. അത് എക്സാക്ട്ലി ഞാൻ ഉപയോഗിക്കുന്ന ഒരു കരിയിലക്കാറ്റായിട്ട് അങ്ങ് പോകും. MBAക്ക് വരും ഇവർക്കൊരു ഓറിയൻറ്റേഷൻ ഒന്നുമില്ല. അപ്പോൾ അവർ ആദ്യം ഞാൻ ചെയ്യുന്ന എംപവർ ചെയ്യുക എന്നുള്ളത്. ഹൗ ഡു യു എംപവർ ഇറ്റ്? അവർക്ക് ഇഷ്ടംപോലെ ആക്ടിവിറ്റി. കാരണം എനിക്ക് വരുന്ന കുട്ടികൾ വലിയ എന്താ പറയുന്നത് പ്രസംഗിക്കാൻ ഒന്നും ഉണ്ടാവില്ല, ഷൈ ആയിരിക്കും. കാരണം നമ്മുടെ മലയാളി കുട്ടികൾക്ക് പലപ്പോഴും ആ ഒരു ഇൻഹിബിഷൻസ് ആദ്യം ഞാൻ അവരെ ക്രാക്ക് ചെയ്യുക ചെയ്യാം. സോ ഐ എംപവർ ദം. സെക്കൻഡ് തിങ് ഇസ് ഒബ്വിയസ്ലി അവരെ എംപ്ലോയബിൾ ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിനുവേണ്ടി ഒരുപാട് ആക്ടിവിറ്റീസ്. ഞാനാണ് കോളേജിൽ മിക്കവാറും പ്ലേസ്മെൻറ്റിൻ്റെ ട്രെയിനിങ്സ് മുഴുവൻ. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നേരത്തെ ഞാനത് പുറത്ത് കൊടുക്കുമായിരുന്നു. ചിലർ എനിക്കാണ് എൻ്റെ പിള്ളേരെ അറിയുള്ളൂ, അവർക്ക് പ്ലസ് മൈനസ് എന്താണ്. അപ്പോൾ ആ 120 പിള്ളേർ ഒരുമിച്ച് ഞാൻ ട്രെയിൻ ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് കേറ്റർ ചെയ്തിട്ടായിരിക്കും ഞാൻ പ്ലേസ്മെൻറ്റ്. സോ ഐ മേക്ക് ദം എംപ്ലോയബിൾ. തേർഡ് വൺ ഇസ് ഓൺട്രപ്രണർഷിപ്പ്. കാരണം ഏതൊരു ഓർഗനൈസേഷനിലും ഓൺട്രപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ് ഉള്ളവർ വേണം. എങ്കിൽ മാത്രമാണ് അത് നമുക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടി മാത്രമല്ല, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴും ആ മൈൻഡ് സെറ്റ് ഉള്ളവനാണ് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ, അവന് മാത്രമാണ് ഒരു ഓൺട്രപ്രണറാണ് അവിടെ ഒരു സാധനം കിടക്കുമ്പോൾ അയ്യോ അത് എടുത്ത് വെക്കണം. അത് ആ എംപ്ലോയിക്ക് ഉണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഹീസ് എ വെരി ഗുഡ് പെർഫോമർ. അതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ 3 എലമെന്റ്, അത് വെദർ ഇറ്റ് ബി ഹിസ് ഓൺ ബിസിനസ് ഓർ വെദർ ഹീസ് ഗോ ആൻഡ് വർക്ക് ഇൻ എനി ബിസിനസ്, ഇതിന് 3ഉം ഇമ്പോർട്ടൻ്റ് ആണ്. എംപവർമെന്റ്, എംപ്ലോയബിലിറ്റി ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് സ്കിൽ സെറ്റ്, മൈൻഡ് സെറ്റ്. അപ്പോൾ ഈ കുട്ടികളെ അങ്ങനെ എത്തിക്കാൻ എംപ്ലോയബിലിറ്റി എന്ന് പറയുമ്പോൾ സ്കിൽ ട്രെയിനിങ് വളരെ അത്യാവശ്യം. അപ്പോൾ ഈ സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ്ങിന് എന്തൊക്കെയാണ് സാധാരണ? നമ്മൾ ഈ പ്രാവശ്യം ഗോയിങ് ബാക്ക് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റെഫറൻസ്, എന്താണ് ഡിഫറൻസ്? അപ്പോൾ എല്ലാ പ്രാവശ്യം MBA നമ്മളെന്ന് പറയുന്ന കുറേ ആക്ടിവിറ്റി ഓറിയൻറ്റഡ്. ഈ വർഷം നമ്മൾ ടോട്ടലി ഡിഫറെൻറ്റ് സെറ്റിംഗ് ദ ടോൺ ഓഫ് MBA ഇൻഡക്ഷനിലൂടെയാണ് പോകുന്നത്. ഓക്കെ, അത് ഈ വർഷം ചെയ്യുന്നത് മുത്തുമണിയാണ്. മുത്തുമണി ഈസ് ആക്ച്വലി ഹാൻഡ്ലിംഗ് ദ കമ്മ്യൂണിക്കേഷൻ വെർട്ടിക്കൽ. എക്സാക്ട്ലി, ആക്ട്രസ് മുത്ത്. ഷീ ഈസ് ആക്ച്വലി എ ലോയർ, എ ട്രെയിനർ ആൻഡ് ഓൾസോ എൻ അക്കാഡമിക്. അത് പലർക്കും അറിയില്ല. ആക്ച്വലി ഷീൽ ബി ഹാൻഡ്ലിംഗ് ദ എൻറ്റയർ കമ്മ്യൂണിക്കേഷൻ വെർട്ടിക്കൽ. നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും തോന്നില്ല ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടാണ് നമ്മുടെ പിള്ളേർ. അല്ല, കണ്ടന്റ് ഇല്ലായ്മയാണ്. പലപ്പോഴും MBA കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് കണ്ടന്റ് ഇല്ല. എന്താണ് ആക്ച്വലി ബിസിനസ്സിൽ നടക്കുന്നത്? ഈ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ് അവന് പെർഫോം ചെയ്യാൻ. അപ്പോൾ ആ വെർട്ടിക്കല് ത്രൂ ഔട്ട് കുട്ടികളെ ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ പോകുന്നത് മുത്തായിരിക്കും. സെക്കൻഡ് തിങ് ഇസ് സ്കിൽ സെറ്റ്. അവന് വേണ്ടതായിട്ടുള്ള ഹാർഡ് സ്കിൽ സെറ്റ്, സോഫ്റ്റ് സ്കിൽ സെറ്റ്, അത് മുഴുവൻ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ ഈ 2 വേർട്ടിക്കൽ എടുത്തിട്ടായിരിക്കും. ഇപ്പം നമുക്കറിയാം എഡ്യൂക്കേഷൻ സെറ്റിൽ AI വരുന്നുണ്ട്. തീർച്ചയായും അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല ChatGPT ഉപയോഗിക്കരുതെന്ന് പറയാൻ പറ്റില്ല. അതെങ്ങനെ സെൻസിബിൾ ആയിട്ട്, റെസ്പോൺസിബിൾ ആയിട്ട്, പ്രൊഡക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാന്നാണ് നമ്മളെ കുട്ടി. ഇപ്പൊ മൊബൈൽ കാണരുതെന്ന് കുട്ടിയോട് പറയുന്നതിൽ കാര്യമില്ല, അതെങ്ങനെ സെൻസിബിൾ ആയിട്ട് ഉപയോഗിക്കാം. സോ അത്തരത്തിൽ ഇപ്പോൾ ഒരുപാട് ഇപ്പം എന്നോടൊരു എംപ്ലോയർ വന്നപ്പോൾ ചോദിച്ചാൽ, മാം നിങ്ങൾ പഠിപ്പിക്കുന്ന മാർക്കറ്റിംഗിൽ 4 P's 7 P's പോയിട്ട് കാലം കഴിയും. ഇപ്പൊ കുറെ ന്യൂ മാർക്കറ്റിംഗ് മെത്തേഡ്സ് ആണ്, ടൂൾസ് ഉണ്ട്. അത് കുട്ടി ആക്ച്വലി അതാണ് ഇന്ന് പഠിപ്പിക്കേണ്ടത്. അപ്പൊ ആ ഭാഗങ്ങൾ മുഴുവനും അവരെ ഒരു മാർക്കറ്റിംഗിലേക്ക് പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചുള്ള മാർക്കറ്റിംഗിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൂൾസ്. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ അഡ്വൈസറി ബോർഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു തലപ്പത്ത് കുറച്ച് പേര് കാണാം. അത് ചുമ്മാ നമുക്കൊരു പേരിനായിരിക്കും. ഇവിടുത്തെ അഡ്വൈസറി ബോർഡിൽ ആദ്യത്തെ ആളെന്ന് പറയുന്നത് ദിനേശ് തമ്പി, നമ്മുടെയൊക്കെ ഡ്രീം കമ്പനി ആയിട്ടുള്ള TCSന്റെ VP ആണ്. ഹീസ് എൻ ഇൻവോൾവ് ചെയ്യുന്നതാണ്. അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഇപ്പം ഡിസൈൻ തിങ്കിങ്ങിന് അദ്ദേഹത്തിന്റെ എംപ്ലോയി ഇവിടെ വിട്ടിട്ടാണ് 2 ദിവസത്തെ വർക്ക്ഷോപ്പ് നടത്തുന്നത്. അതിൽ അവരുടെ HR ഇവിടെ വന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ IT റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ബാക്കപ്പ് സപ്പോർട്ട് കിട്ടുന്നത് TCSൽ നിന്നാണ്. ഓക്കെ, പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ സിൻതായിട്ടാണ്, എൻ്റെ പ്രതാപ് സാറാണ് ഓപ്പറേഷൻസിന്റെ ഹെഡ്. ഓക്കെ, അതിൽ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കാർബോറണ്ടം യൂണിവേഴ്സിന്റെ VP ആണ് നായർ നന്ദഗോപാൽ സാറാണ് ഓപ്പറേഷൻ സ്റ്റുഡൻസ്. അതായത് ഒരു ഇൻഡസ്ട്രിയിൽ ജയ്ജാൻ്റെയൊക്കെ ഒരു വെറ്ററാനാണ് ഓപ്പറേഷൻസ് എടുക്കുന്ന കുട്ടികളെ ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ പോകുന്നത്, റാദർ ദാൻ തിയറിറ്റിക്കൽ പ്രാക്ടിക്കൽ എക്സ്പോഷർ. അതുപോലെ തന്നെ ഓൺട്രപ്രണർഷിപ്പ് പറയുന്നു, അതിനെ ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ നമുക്കൊരു ഇൻഡസ്ട്രി മെൻറ്റർ വേണം, അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് മെൻറ്റർ വേണം. അത് അജയ് ബേസിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു 10-30 സ്റ്റാർട്ടപ്പിനെ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന ആളാണ് ഇവിടെ സോ അങ്ങനെ ഇപ്പം മാർക്കറ്റിംഗ് ആണെങ്കിൽ മാർക്കറ്റിംഗിന്റെ ഹെഡാണ് ചെയ്യുന്നത്. ഇപ്പം HR ആണെങ്കിൽ നമ്മളെല്ലാവരും ഐസ്ക്രീം കഴിക്കുന്നുണ്ട്, അതിന്റെ ഫ്ലേവേഴ്സ് പോകുന്ന സിമേഗ എന്ന് പറയുന്ന സിൻതൈറ്റിന്റെ സബ്സിഡി, അതിന്റെ ടാലന്റ് അക്വിസിഷൻ മാനേജറാണ്, അവരെ ഹാൻഡ് ഹോൾഡ്. സോ അതെന്റെ PhDയുടെ ടോപ്പിക്കിൽ നിന്ന് എടുത്തതാണ്. സോ ഓരോ സ്പെഷ്യലൈസേഷനും അതാത് വേർട്ടിക്കൽസ് ുള്ള വെറ്ററാൻസ് ആയിരിക്കും ഈ കുട്ടികളെ ഹാൻഡ് ഹോൾഡ് ചെയ്യുക. ആ പോയിന്റിൽ ചോദിക്കട്ടെ, അങ്ങനെ കുട്ടികൾക്ക് ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് കൊടുക്കാനായിട്ട് ശ്രമിക്കുമല്ലോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ കാണുന്ന വെച്ചാൽ കുട്ടികളെ കോളേജിലേക്ക് നേരെ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഇൻഡസ്ട്രി അക്കാഡമിക് ഗ്യാപ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ
ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ്. ആ ഒരു ഗ്ലോബൽ ഒരു ഔട്ട്ലുക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് ഇത്രയും ആൾക്കാർ കൂടെ ഉള്ളതുകൊണ്ട്? അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ആയിട്ട് പറയാൻ വന്നത് നമുക്ക് എല്ലാവരുടെയും എല്ലാ ആൺപിള്ളേരുടെയും പെൺപിള്ളേരുടെ ഹരമാണ് വേൾഡ് കപ്പ്, അതല്ലേ? ഫുട്ബോൾ ഫിഫ വേൾഡ് കപ്പ് നടന്നപ്പോൾ നമ്മുടെ പിള്ളേരായിരുന്നു അതിന്റെ ഇന്റേൺസ് ആയിട്ട് വർക്ക് ചെയ്തത്. ഓക്കെ, അവർ 45 ഡേയ്സ് അവരുടെ ഡ്രീം പ്ലേയേഴ്സിനെ എല്ലാം കണ്ടു. ദാറ്റ് ഗിവ്സ് എ ഗ്രേറ്റർ ഗ്ലോബൽ എക്സ്പോഷർ. അപ്പൊ ആ ബാച്ചിലെ പിള്ളേർക്ക് ആ വർഷം ഒരു എബ്രോഡ് പ്ലേസ്മെന്റ് വന്നു, കിംജി രാംദാസ്. ഓക്കെ, അത് വന്നപ്പം പാൻ ഇന്ത്യ ആയിരുന്നു. അപ്പൊ പാൻ ഇന്ത്യയിൽ ഏകദേശം 700 ചില്ലുവാനം പിള്ളേരുണ്ടായിരുന്നു പല പല കോളേജസിന്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ക്രാക്ക് ദ പ്രിലിമിനറി റൗണ്ട്സ് വാസ് KBS 22 സ്റ്റുഡൻസ്. അത് കഴിഞ്ഞ് 3 കുട്ടികൾ അത് ലാസ്റ്റ് റൗണ്ട് വരെ പോയി. ആൻഡ് ഐ എം വെരി പ്രൗഡ്. 18 lakhs ആണ്. സോ ആ ഡിഫറൻസ് 3 from 18 lakhs. അതിൽ വന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ, ലെറ്റ് മീ പുട്ട് ഇറ്റ് വെരി ബ്ലണ്ട്, അവർ വലിയ ഹൈഫൈ കുട്ടികളൊന്നുമല്ല, വളരെ നോർമൽ ഫാമിലിയിൽ നിന്ന് ഉള്ള കുട്ടികളാണ്. അവർക്ക് 3 പേർക്ക് ലാസ്റ്റ് റൗണ്ട് ഒരു പാൻ ഇന്ത്യയിൽ 18 lakhs വരിക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചാൽ ദാറ്റ് ഗീവ്സ് മീ എ ലോട്ട് ഓഫ് ഗൂസ് ബംപ്സ്. സോ ആ ഇന്റർനാഷണൽ എക്സ്പോഷേഴ്സ് നമുക്ക് അങ്ങനെ പലപ്പോഴും കൊടുക്കാൻ പറ്റാറുണ്ട്. യെസ്, ഈ എഡ്യൂക്കേഷൻ്റെ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ എവറി ഡേ അപ്ഡേറ്റഡ് ആണ്. കാരണം ഒന്നില്ലെങ്കിൽ നമുക്കത് ഗൂഗിളിൽ മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് റിസർച്ച് പേപ്പേഴ്സ് വരും, പലതും നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ട്, എല്ലാം ഫോണിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഏറ്റവും അധികം ബിന്ദുവിന് തോന്നുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസും ചാലഞ്ചസും ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ എന്താണ്? ഒരു കുട്ടികൾക്കാണെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന താങ്കൾക്കാണെങ്കിലും. തീർച്ചയായിട്ടും ഒരു വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സിസ്റ്റം ഭയങ്കരമായിട്ട് ഓപ്പൺ അപ്പ് ആകണം. ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി വരുന്നു. അതിനകത്ത് ഇത്രയും നാൾ നമ്മൾ ടീച്ചേഴ്സ് സെൻട്രിക് ഒക്കെയായിരുന്നു, ഇപ്പോൾ അത് സ്റ്റുഡൻറ് സെൻട്രിക് ആയി തുടങ്ങി. അപ്പം നമുക്ക് കുട്ടികളെ മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ യങ് പോപ്പുലേഷൻ ഇസ് ടു മച്ച്. ഏറ്റവും യങ്ങസ്റ്റ് കൺട്രിയാണ് ഇന്ത്യ. ഓക്കെ, അപ്പം നമ്മളെ സംബന്ധിച്ചുള്ള യങ് പോപ്പുലേഷൻ സൈസ്, സോ ദർ ഇസ് എ ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റി ഫോർ എസ്. ഓക്കെ, അതിൽ ആസ് എൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വാട്ട് ഈസ് മൈ മോറൽ റെസ്പോൺസിബിലിറ്റീസ് ഗിവ് ദ. ഇപ്പോൾ പലപ്പോഴും അണ്ടർ എംപ്ലോയ്മെന്റ് ആണ്, അല്ലേ? അവിടെ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള റൈറ്റ് കാൻഡിഡേറ്റ്സിനെ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ then that is the right hit at the right moment. And that's a great my opportunity. That's a good one. അങ്ങനെ ആകുമ്പോൾ നോക്കുക, ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ ചോദിക്കുകയാണ്. ഇവിടുന്ന് ഒരു 10 കൊല്ലത്തിൽ ഒരു ചാലഞ്ചസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ മറികടക്കാം? നമുക്കറിയില്ലേ, മുമ്പിലും പലതും വരുമ്പോൾ കൊറോണ മുതൽ നമ്മുടെ കംപ്ലീറ്റ് ഇതുപോലെയാണ്. പക്ഷേ ഒരു സാധാരണ നിലയിൽ ഒരു 5-6 കൊല്ലം ഞാൻ പറയാം, സംതിങ് ഇൻ എഡ്യൂക്കേഷൻ ഫീൽഡിൽ എന്ത് ചേഞ്ച് വന്നാലും അത് മറികടക്കാനായിട്ടുള്ള താങ്കളുടെ മനസ്ഥിതിയും കൊച്ചി ബിസിനസ് സ്കൂൾ അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പഠിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു കരിയർ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളൊരു 1 year ബാക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് നിൽക്കുന്ന എൻ്റെ ലേണിംഗ് കർവാണ്. ഞാൻ ഇപ്പോഴും പഠിക്കുന്നത്. ഇപ്പോൾ പവർ BI ആയിക്കോട്ടെ, അതിൽ ChatGPT ആയിക്കോട്ടെ, ഇത് ഞാൻ പഠിക്കുന്നുണ്ട് ഓൺലൈനിൽ. അതിൽ എഡെക്സിൽ വരുന്ന പ്രോഗ്രാംസ് ഞാൻ ചെയ്യും. അപ്പോൾ ഹാർവേഡിൻ്റെ ആയിട്ട് MITയുടെ. അപ്പോൾ ഐ കീപ്പ് ഓൺ അപ്ഡേറ്റിംഗ് മൈസെൽഫ്. എനിക്ക് എൻ്റെ പിള്ളേരോട് പവർ BI പഠിക്കുക എന്ന് പറയണമെങ്കിൽ അത് ഞാൻ അറിയണം. ഓക്കെ, അപ്പം നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചലഞ്ചസ്, അതുപോലെ തന്നെ ഞാൻ കോർപ്പറേറ്റ് ട്രെയിനറാണ്. അപ്പം എനിക്ക് അവിടെ നടക്കുന്ന ചേഞ്ചസ് അറിയാം. ആൻഡ് അതുപോലെ തന്നെ എറണാകുളത്തുള്ളതായിക്കോട്ടെ, കേരളത്തിലെ ഏത് ഓർഗനൈസേഷൻ, വെദർ ഇറ്റ് ബി ടൂസ്റ്റ് മാസ്റ്റർ, വെദർ ഇറ്റ് ബി KMA, എല്ലാത്തിലും ഞാനുണ്ട്. NIPM, ISTD. സോ ഐ ആം ഹൈലി കണക്റ്റഡ് വിത്ത് ദി ഇൻഡസ്ട്രി. സോ ഐ നോ വരുന്ന ആ ഒരു മൊമെന്റം അറിയുമ്പോഴേ അറിയാം ദിസ് ഇസ് ദ ചേഞ്ച് ഐ നീഡ് ടു ടേക്ക്. സോ അതുപോലെ തന്നെ എനിക്ക് കുറെ ഗുരുക്കന്മാരുണ്ട്. അഗെയിൻ ദേ ആർ ഫ്രം ദി ഇൻഡസ്ട്രി. അപ്പോൾ ഇപ്പോൾ TCS അപ്പോൾ നമ്മൾ അഡ്വൈസ് ചെയ്യുമ്പോൾ ബിന്ദു ഇതായിരിക്കും നെക്സ്റ്റ് ലീപ്പ് എന്ന് പറയുമ്പം എനിക്ക് ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ എനിക്ക് ചുറ്റും കുറെ ആൾക്കാരുണ്ട് who was the stakeholders of KBS. ഇത്രയും ഇക്കോസിസ്റ്റം കൂടുതൽ ശരിക്കും ഭാഗ്യം. അങ്ങനെ ഒരു ഇതിൽ നിൽക്കുമ്പോൾ ശരിക്കും പറയാച്ചാൽ സക്സസ് എന്ന് പറയുന്നത് എന്താണ് താങ്കൾക്ക്? എന്നെ സംബന്ധിച്ചുള്ള സക്സസ് എന്ന് പറയുന്നത് എൻ്റെ ഇവിടെ പഠിക്കുന്ന പിള്ളേർ ഒന്ന് ആസ് എ പ്രിൻസിപ്പൾ, എന്നോട് പറഞ്ഞു പ്രിൻസിപ്പൾ, പക്ഷെ പ്രിൻസിപ്പൾ എൻ്റെ ടൈറ്റിൽ മാത്രമാണ്. എന്നെ സംബന്ധിച്ചോളം ഞാനൊരു സ്റ്റുഡൻ്റാണ്, ഞാൻ അവരുടെ ദീദിയാണ്. എനിക്ക് അങ്ങനെ ആയിരിക്കാനാണ് ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പം ഞാനൊരു തമാശ പറയാം, ചിലപ്പോൾ ചിരിക്കുമായിരിക്കും. ഇവിടുത്തെ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി എനിക്കൊരു മെസ്സേജ്, ഐ വോണ്ട് ടു കം ആൻഡ് ടോക്ക് ടു യു. അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ പേഴ്സണൽ ഇഷ്യൂ വന്നിട്ട് പ്രേമമാണ്. ആർക്കെങ്കിലും വിശ്വസിക്കുക? ഒരു പ്രിൻസിപ്പളിന്റെ ക്യാബിനിൽ നേരെ വന്നിട്ട് മാം എനിക്ക് ക്വിറ്റ് ചെയ്യണം. ഞാൻ എന്താ പറഞ്ഞോളൂ, ഞാൻ എഴുതി തരാം. ഇല്ല, എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ. സി, നമ്മൾക്കത് വളരെ വളരെ ലളിതമായിട്ട് തോന്നും. പക്ഷെ ആ കുട്ടി കടന്നു പോകുന്ന ഒരു ഡിപ്രഷൻ ഫേസ്. അവളെ ഹാൻഡ് ഹോൾഡ് ചെയ്യാന്നുള്ളത്
എന്നെ സംബന്ധിച്ചുള്ള ആസ് എ പേരന്റ് ഇൻ മീ, എന്നെ സംബന്ധിച്ച് അത് അവരുടെ അമ്മയോട് പറയാൻ പറ്റില്ല. സോ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ കുട്ടികളുടെ സക്സസ്. അതിന് രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നമ്മുടെ ഇവിടെ വരുന്ന സാധാരണ കുട്ടികളിൽ കുറച്ചും കൂടെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലീസാണ്. അപ്പോൾ അതിനകത്ത് എനിക്കൊരു സ്റ്റുഡൻറ്റ് വിഷിക എന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു പോയതാണ്. ഓക്കെ, അമ്മ ഒറ്റയ്ക്ക്, അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല, എങ്ങനെയൊക്കെയാണ് ആ കുട്ടിയെ വളർത്തുന്നത്. അവൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഈവൻ ഫീസ് അടയ്ക്കാനും പലതിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഷീ സ്റ്റാർട്ട് ടു ഡു പാർട്ട് ടൈം ജോബ്സ്. പക്ഷേ ഇവിടെ കുട്ടിയെ വന്നിട്ട് ആ കുട്ടിയുടെ മൈൻഡ് സെറ്റ് മാറി. വിത്തിൻ 1.5 years ആ കുട്ടിക്ക് കൊക്കക്കോളയിൽ ജോലി കിട്ടി, ജാറോയിൽ നേരെ കൊക്കക്കോള. നൗ ഷീ ഈസ് ഇൻ എ ഗുഡ് പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏകദേശം 19 ലക്ഷം രൂപ സാലറി വിത്തിൻ 1.5 years ടൈം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് സക്സസ് സ്റ്റോറി. സെക്കൻഡ് പേഴ്സൺ പറഞ്ഞാൽ ഒരു സാധാരണ ഒരു പയ്യൻ വന്നു, ആ കുട്ടി മെറ്റ്കോണിൽ കയറി 6 മാസം കൊണ്ട് ഒരു ഫാക്ടറി, ഒരു കമ്പനി, മെറ്റ്കോൺ പോലെ ഒരു കമ്പനി ആ കുട്ടിക്ക് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എഗെയിൻ ഒരു സാധാരണയായിട്ടൊരു കുട്ടി കടന്നു വരുന്നു, ഇവിടുന്ന് ട്രാൻസ്ഫോർമേഷൻ ഔട്ട്. ദാറ്റ് ഇസ് സക്സസ് ടു മീ. ദാറ്റ്സ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ. ഞാൻ വിചാരിച്ചു ഈ മെട്രിക്സ് ഒക്കെ താങ്കൾ ഇപ്പോൾ സംസാരിക്കുന്നതിൽ കൂടെ പേഴ്സണലായിട്ട് വളരെയധികം നമ്മളെ ഹൃദയത്തിന് ടച്ച് ചെയ്യുന്ന സ്റ്റോറി. താങ്ക് യു. അപ്പോൾ സിൻസ് വി ഹാൻഡ്ലിങ് മില്ലീനിയൽസ്, എനിക്ക് എൻ്റെ ഒരു മകൻ ആ പ്രായത്തിലോട്ട് ഞാൻ ചോദിക്കുകയാണ്, സാധാരണ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഞാനങ്ങനെ കംപ്ലൈൻറ്റ് പറയുന്നല്ല, പക്ഷേ അവർ വിശ്വസിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഒരു വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമോ ആയിരിക്കും. നമ്മുടെ ഒരു എക്സ്പെർട്ടീസ്, ഇപ്പോൾ ഇന്റർ ജനറേഷൻ ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ റിവേഴ്സ് മെന്ററിംഗ് എന്ന് പറയാം. ഈ അവരിലേക്ക് നമ്മുടെ കാര്യങ്ങൾ ശാസന അവർക്ക് പറ്റില്ല. ഉപദേശം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സീക്രട്ട് റെസിപ്പി ഉണ്ടോ സക്സസ് ഓഫ് ഉപദേശം? അതിനകത്ത് അവരുടെ ഒപ്പം നിൽക്കുക, അതാണ് വേണ്ടത്. അതല്ലാതെ ആസ് എ പ്രിൻസിപ്പൽ നമ്മൾ പവർ എടുത്താൽ ഇന്നത്തെ പിള്ളേരില്ല, അവർ പണിയോക്കാൻ തന്നെ പറയും പിള്ളേർ. അതല്ല, നമുക്കറിയാം നമ്മുടെ പ്രിൻസിപ്പൾ പണ്ട് നമ്മളെ വഴക്ക് പറയുമ്പോൾ നമ്മളിങ്ങനെ കൈകെട്ടും, എന്നിട്ട് മനസ്സിൽ ഏതാണ് നമ്മൾ, അത് നമുക്കറിയാലോ. അപ്പൊ പിന്നെ ഞാനും അത് എടുത്ത അതേ സാധനം എനിക്കും കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ അവരുടെ ഒപ്പം നിൽക്കുക, അവരിൽ ഒരാളാവുക. അപ്പൊ എന്നെ സംബന്ധിച്ച് പലർക്കും ചോദിക്കാം 180 പോകുമ്പോൾ പിള്ളേരെ മാനേജ് എനിക്ക് ഒരു പാടുമില്ല. ദൈവം സഹായിച്ച് ഇന്നേ വരെ എനിക്ക് അതൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. കുട്ടികളുടെ കൂടെ നിൽക്കുക, കുട്ടികളുടെ പൾസ് മനസ്സിലാക്കുക. ഇവിടെ ഒരു ഇഷ്യൂ വരിക, കോളേജിൽ എനിക്കൊരു മാനേജ്മെന്റ് കൺസേൺസ് വരെ അല്ലെങ്കിൽ എന്തെങ്കിലും, ഞാൻ ആ നേരെയുള്ള പ്രോബ്ലം എൻ്റെ പിള്ളേർക്ക് ഇടുന്നത്, അവരോട് പറയും ഗിവ് മി എ സൊല്യൂഷൻ. സോ അവരെ സംബന്ധിച്ചാൽ ഞാൻ ആ പ്രോബ്ലം സോൾവിങ് അവിടെ നിന്നേ തുടങ്ങും. അതിന് ഞങ്ങൾ പിള്ളേർ പറയുന്ന പേരാണ് അഡ്രസ്സിങ്. ദീദിയുടെ അഡ്രസ്സിങ് ഉണ്ട്. അപ്പൊ ദീദി എന്ന് വിളിക്കാനുള്ള കാരണം എന്താ? ദീദി എന്ന് വിളിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ 2008 ഞാൻ തൊമ്മൻ്റെ കൂടെ കൂടുമ്പോൾ അന്ന് ഞാൻ 4-year ടേണിംഗ് പോയിന്റ് ആണ് എറണാകുളം കേരളത്തിലുള്ള പല എഞ്ചിനീയർ തോമസ് ജോൺ ലീഡിന്റെ ചെയർമാൻ ആയിട്ടുള്ള തോമസ് ജോൺ. അപ്പൊ ഞാനും തൊമ്മനും കൂടെ കൂടിയിട്ട് ഇപ്പോൾ ഒരു 18 വർഷം. അപ്പൊ ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് 4-year ടേണിംഗ് പോയിന്റ് ആണ് എഞ്ചിനീയറിംഗ് കോളേജ് രാജഗിരി, അല്ലെങ്കിൽ അമൽ ജ്യോതി, ഇവിടെ ഫിസാറ്റിങ്ങിനുള്ള കോളേജസിലെ കുട്ടികളെ എഞ്ചിനീയേഴ്സിന് ഫസ്റ്റ് സെമിസ്റ്റർ എടുത്ത് അവരെ ട്രെയിൻ ചെയ്ത് 4th സെമിസ്റ്റർ. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് രാജസ്ഥാനിൽ നിന്നൊരു കുട്ടി ഉണ്ടായിരുന്നു, അവളാണ് എനിക്ക് ദീദി എന്നുള്ള പേര്. അങ്ങനെ ദീദി എന്ന് വന്ന് എൻ്റെ MBA ലീഡിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞാനും തോമസ് എല്ലാം കൂടെ ലീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് എന്നെ എല്ലാവരും ദീദിനെ വിളിക്കുള്ളൂ. ദീദിക്ക് ദേഷ്യം വരുമോ? ദീദിക്ക് ചില ആവശ്യമുള്ളപ്പം ഐ ഷോ അപ്പ്. ലൈക്ക് നമുക്ക് ദേഷ്യം 2 രീതിയിൽ. ഒന്ന് ഞാൻ ശരിക്കും കാണിക്കാം ഫേം, കാരണം അതും അവരറിയാം. ഈ ഫേം ആയിട്ട് ഒരു നോ പറയണം. ആ നോ പറയുന്ന സമയത്ത് ഒരു സമയമുണ്ടല്ലോ. ഐ എം ജസ്റ്റ് ആസ്കിങ് പേഴ്സണൽ ക്വസ്റ്റ്യൻ. ഈ നോ പറയുന്ന എത്തുമ്പോൾ മനസ്സിലുള്ളൊരു ചില വേണോ വേണ്ടയോ എന്നുള്ള ഇതുണ്ടല്ലോ. ഹൗ ഡു യു കം ടു ദാറ്റ് നോ ഇൻ ഹൗ മച്ച് ടൈം? ഞാൻ യൂഷ്വലി എന്നെ പിള്ളേർ കുറച്ചൊരു ഫേസ് കാണുന്നത് ലേറ്റ് ആവും, ലീവ് എടുക്കുമ്പോഴും മാത്രമാണ് ഞാൻ പിടിക്കാറുള്ളത്. കാരണം അതെന്താന്ന് വെച്ചാൽ അവരൊരു കമ്പനിയിലേക്ക്, ഇപ്പം നമ്മളറിയാം, നമ്മളൊരു പെങ്കൊച്ചിനെ കെട്ടിച്ചു വിട്ട് അവൾ ചെയ്തിട്ടില്ല, നിന്റെ അമ്മ എന്നെ ഇതാണോ പഠിപ്പിച്ചതെന്നാ പറയാം. ഒരു MBA കോളേജിൽ നിന്ന് പോകുന്ന ഒരു കുട്ടി കമ്പനിയിലേക്ക്, നീ ഏത് കോളേജിലാണ് പഠിച്ചത്? അതിൽ ആദ്യത്തെ ബേസിക് ഡിസിപ്ലിൻ കറക്റ്റ് ആയിട്ട് വരിക എന്നുള്ളത്. അപ്പം അതിൽ എൻ്റെ പിള്ളേർക്കറിയാം ലീവ് അനാവശ്യമായിട്ട് ഞാൻ പൊക്കും. അതല്ലാതെ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടും അവരത് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ഫേം നോ കാണിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ അപ്പം പഠിപ്പിച്ചിട്ടുള്ള ഒരു പോളിസി, അങ്ങനെ തൊമ്മനും എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, ഒരു കൈ കൊണ്ട് തല്ലിയാൽ മറു കൈ കൊണ്ട് തലോടണം. വളയ്ക്കാനേ പാടുള്ളൂ, പിള്ളേരെ ഒടിക്കരുത്. അപ്പം വളയ്ക്കേണ്ട സ്ഥലത്ത് നമ്മളത് വളയ്ക്കുക തന്നെ ചെയ്യണം. നോ പറയേണ്ടടുത്ത് നോ പറയുക തന്നെ ചെയ്യണം. ബിക്കോസ് അവർക്ക് നാളെ അതയ്യോ ഇല്ല, ഇപ്പോഴത്തെ പിള്ളേർ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ഇട്ടിട്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അവർക്ക് ഇവിടുത്തെ പിള്ളേർക്ക് ഇച്ചിരി ചീത്ത പറഞ്ഞാലും ഇതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ എന്തൊക്കെ ഇതിലും ചാടിക്കിടന്നവനാണ് KK ജോസഫ് എന്ന് അത്ര ഈസി ആയിട്ട് എടുക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ ആ പിള്ളേർക്കറിയാം ദീദി പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യവും കാണും. ഇത്രയും കുട്ടികൾക്ക് ഒരുപാട് കോർപ്പറേറ്റ്സിന് താങ്കളിൽ അല്ലെങ്കിൽ താങ്കളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ട്രസ്റ്റ് വരാനൊരു കാരണം എങ്ങനെ? ഒന്ന്, നമ്മൾ വരുമ്പോൾ തന്നെ പിള്ളേർക്ക് നമുക്കൊരു ഔട്ട് ബോൺ ട്രെയിനിങ് OBT. അതെന്ന് പറയുന്നത് നമ്മുടെ കോളേജിന് ഇൻഹൗസ് ഉണ്ട്, ലീഡിന് അതിന് ഇൻഹൗസ് ഉണ്ട്.
അതിൽ പോകുമ്പോൾ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്, ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ആണ്. പിന്നെ തൊമ്മിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ രാവിലെ 6:30 മുതൽ രാത്രി 12:30 വരെ 18 hours into 7 days ആ പോകുന്നത്. അപ്പോഴത്തേക്കും പിള്ളേർക്ക് എന്നെ കൊണ്ട് ഇത് പറ്റില്ല അത് പറ്റില്ല എന്നാൽ ആ മൈൻഡ് സെറ്റ് ഞങ്ങളിവിടെ ക്രാക്ക് ചെയ്യാണ്. ബൂട്ട് ക്യാമ്പ് അല്ലേ? യെസ്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തെ OBT-യിലേക്ക് കയറുകയാണ്. അതിൽ ഒരുപാട്, അതായത് പലപ്പോഴും നമ്മുടെ ഒരു തോന്നൽ ഹൈറ്റ്സ് എനിക്ക് പറ്റില്ല, എനിക്ക് വാട്ടർ പറ്റില്ല, ഈ പറ്റായികളെല്ലാം ഞങ്ങൾ സ്ലാഷ് ചെയ്യും. അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു OBT ഞങ്ങൾക്കുണ്ട്. ഔട്ട് ബൗണ്ട് നല്ല പണി എടുപ്പിക്കും സത്യം. അല്ല, ഞങ്ങൾക്ക് ഇവിടെ ഒരു മാനേജ്മെന്റ് മീറ്റ് ഉണ്ട്. അതും എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻറ്റ്. ഇപ്പം ബാക്കിയുള്ളടത്ത് ബെസ്റ്റ് മാനേജർ അവിടെ അല്ല, ഇതല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സ്ട്രാറ്റജീസ് ആണ്. ഓക്കെ, ടീം വർക്ക് ആണ്. അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ വേണം, സ്ട്രാറ്റജി വേണം, അതിൽ തന്നെ വീക്ക്നെസ്സും ഇതും അറിയാൻ പറ്റണം. പിന്നെ കുറേ ഫിസിക്കലുണ്ട്. ഇംപോസിബിൾ മേക്സ് ഇൻ ടു പോസിബിൾ എന്നുള്ള. സോ ഞങ്ങളെ സംബന്ധിച്ചോളം ഇത്തരത്തിലൂടെ ഒരു റിഗ്രസ് ട്രെയിനിങ്ങിലൂടെ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഈ മൈൻഡ് സെറ്റാണ്. അതായത് നോ എന്നുള്ളത് പറയുമ്പം അത് നോ പറയുന്നതിന് മുമ്പേ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള തോട്ട് പ്രോസസ്സിലാണ് ഞങ്ങൾ, വയറിംഗ് ആണ്. ആ തോട്ട് പ്രോസസ്സിലും പ്രോബ്ലം സോൾവിങ്ങിലുമാണ് ഞങ്ങൾ നോക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ട്രെയിനിങ്ങിൽ കയറുമ്പം ഈവൻ പറയുമോയെന്നറിയില്ല, ഞാൻ പിള്ളേരോട് ചോദിക്കും വാട്ട് ഈസ് മെൻസസ്, ഓക്കെ, കാരണം വാട്ട് ഈസ് മെനോപോസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അതിനുള്ള ബേസിക് ട്രെയിനിങ്സ് കൊടുക്കാൻ. ബിക്കോസ് അത് എന്തുകൊണ്ടാണ്, ഇപ്പോൾ ചിലർ അയ്യോ എന്ന് വെക്കും. എന്തിനാന്ന് വെച്ചാൽ നാളെ അവൻ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പം അവന് ഗേൾസ് കൊളീഗ്സ് ഉണ്ടാവും, അവർക്ക് ഈ പറയുന്ന പോലെ പല മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അപ്പോൾ അവളെന്താ അങ്ങനെയല്ല, ആ കുട്ടിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. എൻ്റെ പിള്ളേരുടെ പ്രായത്തിലുള്ളവരുടെ അമ്മമാർ മെനോപോസിൽ നിൽക്കുന്നവരായിരിക്കും. അമ്മ എന്താ എപ്പോഴും ഇങ്ങനെ ചൂടാവുന്നത്? അയ്യോ അല്ല, അമ്മ ഈസ് ഗോയിങ് ത്രൂ ദറ്റ് ഫേസ്. ആ കുട്ടികൾക്ക് എല്ലാം അറിയാൻ പറ്റണം. അവർ ഇവിടുന്ന് പഠിക്കുന്ന കുട്ടി MBA മാത്രമല്ല ലൈഫിലും അവൻ, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മാത്രമല്ല എൻ്റെ പിള്ളേർ ഇവിടുന്ന് പഠിച്ചിറങ്ങി പോയാൽ നാളെ അവനൊരു പ്രശ്നം വന്നാൽ ഡോർ ഈസ് ഓൾവേസ് ഓപ്പൺ ഫോർ ഹിം. അവനവൻ ഫോൺ വിളിച്ച് പറയാം, അവനോട് നേരെ അവൻ്റെ വീട്ടിൽ പറയാത്ത പ്രശ്നങ്ങൾ പോലും അവർക്ക് നേരെ ഇവിടെ വരാനുള്ളൊരു പ്ലേസ് ആയിരിക്കണം KBS. ആസ് എ സ്റ്റുഡന്റ്, ഇപ്പൊ താങ്കള് ഒരു അന്ന് ആ സ്റ്റുഡന്റ് ആയ സമയത്ത് ബിന്ദുവിന്റെ ഒരു ക്യാരക്ടർ ഇപ്പോഴും പ്രിൻസിപ്പൾ ആകുമ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു ട്രേറ്റ് ഏതാണ്? ഞാൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഭയങ്കര ജോവിയലാണ്, നന്നായിട്ട് വർത്താനം പറയും, ആളുകളായിട്ട് പെട്ടെന്ന് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുക. കാരണം നമ്മൾ പണ്ട് പറയും വായാടി എന്ന് പറയും, എന്റെ അമ്മച്ചിക്ക് ഭയങ്കര വായാടി. പക്ഷെ ആക്ച്വലി അതൊക്കെ വേണം, എങ്കിൽ മാത്രമേ ആ ഒരു സാധനം എനിക്ക് തോന്നി ഇപ്പോഴും ഉണ്ട്. എനിക്ക് എന്നോട് ആരോ പറഞ്ഞു രേഖിച്ച് എപ്പോഴും മിണ്ടാതിരിക്കുക, ഞാൻ കിടന്നുറങ്ങുമ്പോ. ഏകദേശം ആ ഒരു ടൈപ്പാണ് ഞാനും. അപ്പോൾ അതാണ് ഈ ഒരു എന്താ പറയാ, അധ്യാപകന്റെ മകളായിരുന്നു അല്ലെ? ഞാനും ഒരു എൻ്റെ അമ്മയും പ്രൊഫസറായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു ഇൻസ്പിറേഷൻ വേണമെങ്കിൽ അച്ഛനായിരിക്കും ആണല്ലേ? അച്ഛൻ പറഞ്ഞു തന്നിരിക്കുന്ന എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് അഡ്വൈസ് അതിപ്പോഴും മനസ്സിലുണ്ടോ? ഉണ്ട്. കാരണം എൻ്റെ അപ്പൻ ഗൾഫിലായിരുന്നു. അങ്ങനെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് വരെ എൻ്റെ അപ്പൻ വെളിയിലാണ്. അപ്പോൾ എനിക്ക് അപ്പ എന്ന് പറയുന്ന സാധനം വല്ലപ്പോഴും വരുന്ന ഒരാൾ മാത്രമാണ്. അങ്ങനെ ഇപ്പോഴും അന്നൊന്നും ഫോണില്ല, കത്തെഴുതുകയാണ്. അപ്പോൾ അതിൻ്റെ അവസാനം ഒരു വരി ഞാൻ എഴുതിയപ്പോഴും ഓർക്കുന്നുണ്ട്, അപ്പ എനിക്ക് അപ്പയെ പറ്റി പറയാനൊരു ഒന്നും അനുഭവമില്ല, അതുകൊണ്ട് അപ്പ തിരിച്ചു വരുമോ. അങ്ങനെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അപ്പൻ തിരിച്ചു വരുന്നു. എനിക്ക് ആകെ കൂടെ കിട്ടിയത് ഡിഗ്രി സെക്കൻഡ് ഇയർ വരെ മാത്രം. ഈ 5 വർഷമാണ് എനിക്ക് എൻ്റെ അപ്പ എന്ന് പറയും. ഈ 5 വർഷം കൊണ്ട് എൻ്റെ അപ്പൻ എന്നെ എക്യൂപ്പ് ചെയ്തത് ഭയങ്കരമാണ്. അപ്പോൾ എൻ്റെ അപ്പൻ ഒരു അധ്യാപകനായിരുന്നു, അത് മാത്സ് ആയിരുന്നു. അപ്പം ഞാൻ പലപ്പോഴും കണ്ടു വളർന്നിട്ടുള്ളത്, അപ്പൻ ആദ്യം ചോദിക്കുന്നുണ്ട് നിനക്ക് എത്രയാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ അപ്പനെ മൊട്ടത്തല എൻ്റെ അപ്പം കളിയാക്കിയിട്ട് സാറേ ഒരു 90-95, പിന്നെ കൂടുതൽ ചോദ്യങ്ങളില്ല. പിന്നെ അവനെ കൊണ്ട് ഇരുത്തി അവൻ്റെ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യിപ്പിക്കാന്ന്. അപ്പോൾ അപ്പൻ എന്നും പറയും, വളരെ വലിയ മിടുക്കരെ പിടിച്ചിട്ട് ആക്കുന്നതിലല്ല കാര്യം, നീ ഒരു സാധാരണ ബിലോ ആവറേജ് എടുത്ത് അവനെ മോഡൽ ചെയ്ത് അവനെ പുറത്താക്കുന്നതിലാണ് കാര്യം. അപ്പം അത് എനിക്ക് എപ്പോഴും, അതുപോലെ തന്നെ ഒരു കുട്ടി മോശമാണെന്ന് എന്നോട് ആരും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതെൻ്റെ അപ്പൻ എന്നെ എപ്പോഴും പറയുന്നതാണ്, ഒരു കുട്ടിയും മോശമല്ല. അത് ഞാൻ ഇപ്പോഴും. അതുകൊണ്ട് തന്നെയാണോ ഈ മക്കളെ മോൾഡ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു കുട്ടീനെ കൊടുത്താൽ മോൾഡ് ചെയ്ത് ഒരു ഡിഫറെൻറ്റ് ലെവലിലേക്ക് ആക്കുന്നതാണ് ഇവിടുത്തെ കോമ്പാക്ട് ട്രെയിനിങ്? യെസ്. എന്നോട് പലരും ചോദിക്കും ഇൻപുട്ട് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട്. ഐ ബിലീവ് ഇൻ ഇറ്റ്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ക്യാൻ മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അതാണ് ഒരു വിഷുകയും ഒരു ആൻസറും ഒക്കെ കാണുന്നത്. ഓക്കെ, അപ്പം അത് ഞാൻ ആ എത്തിക്സ് വിട്ട് ഇല്ല. യു ആർ എ മദർ. യെസ്. അപ്പൊ ഈ അമ്മ പാരന്റിങ് ഒരു ഭാഗത്ത്, ഇവിടെ ദീദിയുടെ 150 കുട്ടികളുടെ പാരന്റിങ് വേറെ ഭാഗത്ത്. ഇതിന്റെ കോമ്പിനേഷൻ എങ്ങനെയാണ്? ഹൗ ഡു യു അൺവൈൻഡ് ആൻഡ് ഓൾസോ എൻഷുർ ദാറ്റ് യു ആർ വിത്ത് ദ പീപ്പിൾ ഓൾ ദ ടൈം? അതിലാദ്യം നമ്മൾ എടുത്തു വരുന്നത് ദ ബെസ്റ്റ് മദർ എന്നുള്ള ടൈറ്റിൽ മനസ്സിൽ നിന്ന് മാറ്റുക. വെരി ഗുഡ്.
ഒരിക്കലും ഒരിടത്ത് നമുക്ക് പെർഫെക്റ്റ് ആകാൻ പറ്റില്ല. പലരുടെയും പ്രശ്നം ഈ ഒരു ടെൻഷനാണ്. അയ്യോ ആളുകൾ എന്ത് പറയും, എനിക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, സ്കെയിലപ്പ് ഉണ്ട്, എനിക്ക് വേറെ 2-3 ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കാനുണ്ട്. ഓക്കെ, ഞങ്ങൾ ലീഡ് ഗ്രൂപ്പിന് പിംസ് എന്ന് പറഞ്ഞിട്ട് കാസർഗോഡ് ഒരു കോളേജ് ഉണ്ട്. ഇപ്പം ഞങ്ങൾ വേറെ 2 കോളേജ് ഇൻ ട്രിവാൻഡ്രം ആൻഡ് 1 ഇൻ ശിവജി ഇൻ നാഗർകോവിൽ അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള വേർട്ടിക്കൽസ് കൂടുതലാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ബെസ്റ്റ് മദർ എന്നുള്ളതില്ല. എൻ്റെ മകളെ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾക്ക് വിശന്നാൾ അവൾ എടുത്ത് കഴിക്കും. അല്ലെങ്കിൽ പിന്നെ എനിക്കൊരു എക്കോസിസ്റ്റം ഉണ്ട്. അതിലൊന്നും മോശം വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മക്കള് അമ്മമാരെ കണ്ടാ പലപ്പോഴും മക്കള്, എൻ്റെ അമ്മ മൾട്ടി ടാലൻ്റ് ആയിരുന്നു. കാരണം വെച്ചാൽ അമ്മ പല കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് എനിക്കാണ്. അത് കണ്ടാൽ ഞാൻ വളർന്നേ. എൻ്റെ മകളും നാളെ അവൾ ആ ലെവലിൽ എത്തുമ്പോൾ അപ്പം എന്നെ സംബന്ധിച്ചുള്ള എനിക്കൊരു എക്കോസിസ്റ്റം, എനിക്കൊരു ടീമുണ്ട്. ആ ടീം ചിലപ്പോൾ എൻ്റെ മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടുവരാൻ പറ്റില്ല, എൻ്റെ പിള്ളേർ പോയി വിളിച്ചോളും. സോ അങ്ങനെ ഒരു എക്കോസിസ്റ്റം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവള് തന്നെ അവൾക്കറിയാം. ഓക്കെ, ആസ് എ പേരൻറ്റ് ഞാൻ എടുത്ത ഒരു ഡിസിഷൻ ഞാൻ പറയാം. മോള് ജനിച്ച് 3.5 വയസ്സ് വരെ ഞാൻ മോളുടെ കൂടെ തന്നെയായിരുന്നു. ആ സമയത്ത് ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്ത സമയത്ത് തന്നെ എൻ്റെ PhD വെളിയിലായിരുന്നു. ആ 3.5 സമയം ഞാൻ PhD മാനേജ്മെന്റിലാണ്. അതിൽ എൻ്റെ ടോപ്പിക് എംപ്ലോയബിലിറ്റി സ്കിൽസ് ഓഫ് MBA സ്റ്റുഡൻസ് ആണ്. അതിന്റെ റെക്കമെൻഡേഷൻസ് മുഴുവനാണ് ലിവിങ് മൈ PhD. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താണോ ഫൈൻഡിങ്സിൽ കണ്ടിട്ടുള്ളത് അതും ഞാൻ ഇവിടെ കറക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ്. 3.5 കൊല്ലം കഴിഞ്ഞു, തിരിച്ചു വരാൻ തീരുമാനിച്ചു. അപ്പോഴും എഡ്യൂക്കേഷൻ സെക്ടറിൽ ഇങ്ങനെ വരാനുള്ളൊരു കാരണം എന്താ? ആക്ച്വലി ഞാൻ ലീഡ് തുടങ്ങി ഒരു ടേക്ക് ഓഫ് ആയപ്പോഴത്തേക്കും ഞാൻ കല്യാണം കഴിച്ചു. അപ്പോൾ എനിക്കൊരു ഫാമിലി വേണം. അപ്പം ഞാൻ ഹസ്ബൻഡ് വെളിയിലാണ്, റിഗിലായിരുന്നു. അപ്പം അങ്ങോട്ട് പോയി തിരിച്ചു വന്നു. അപ്പോൾ ആ സമയത്ത് PhD ചെയ്യുന്നു. അങ്ങനെ എൻ്റെ PhDയുടെ ഫൈനൽ ഓപ്പൺ ഡിഫൻസിന് വേണ്ടി ഞാൻ ഇങ്ങോട്ട് വരുന്നു. നാളെ എൻ്റെ ഫ്ലൈറ്റാണ്. ഇന്ന് വൈകുന്നേരം സൗദി കിങ്ഡം ക്ലോസ് ചെയ്യുന്നു. കൊറോണ. അങ്ങനെ ഞാനിവിടെ സ്റ്റക്കപ്പ് ആവുന്നു. ഓക്കെ, ഇത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ട് തോന്നും. സ്റ്റക്കപ്പ് ആവുന്നു. അങ്ങനെ നമ്മുടെ തൊമ്മൻ ഈ ഒരു കോളേജ് ഏറ്റെടുത്തു എന്ന് പറയുന്നു. തൊമ്മൻ പറഞ്ഞു അന്ന് 20 അഡ്മിഷൻസേ ഉള്ളൂ, ബിന്ദു എനിക്കിത് 120 ആക്കണം. ഇതൊറ്റ വാക്ക് എനിക്ക് തൊമ്മൻ പറഞ്ഞു. അപ്പോൾ പിന്നീട് അതും കൊറോണയാണ്. ഒന്ന് ആലോചിക്കണം, ഇത്രയും അഡ്മിഷനിൽ ഇത്ര എത്തുക എന്ന് പറയുന്നത് അന്ന് നല്ലതായിട്ട് ബുദ്ധിമുട്ട്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, അന്ന് ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോൾ എന്നോട് അന്നുണ്ടായിരുന്ന കുറേ പേര് പറഞ്ഞു, മാം ഇതിൻ്റെ ഹിസ്റ്ററിയിൽ 20 ഉള്ളൂ, ഒരിക്കലും നടക്കില്ല മാം, 120 ഇമ്പോസിബിൾ ആണ്, ഇതിന് ആ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ട്. കുറേ പ്രശ്നങ്ങളാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പറഞ്ഞില്ല ഇല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഗോയിങ് ബാക്ക് ടു മൈ ഫാദർ, എൻ്റെ 19 വയസ്സിൽ എൻ്റെ അപ്പന് കിഡ്നി ആണെന്ന് റെക്കഗ്നൈസ് ചെയ്യണം. അന്ന് ഞങ്ങൾ വല്ലാത്തൊരു ഫൈനാൻഷ്യൽ ക്രൈസിസ്. ഫ്രാങ്ക്ലി സ്പീക്കിംഗ് എൻ്റെ അപ്പൻ്റെ കയ്യിൽ അന്ന് 3000 രൂപയുള്ളൂ. എൻ്റെ അപ്പൻ അന്ന് എൻ്റെ അപ്പൻ ഗൾഫിലാണെങ്കിൽ ഒരുപാട് കാശുണ്ടാക്കിയ ഒരു അപ്പനല്ല. ഓക്കെ, അപ്പോൾ എൻ്റെ അപ്പൻ ശരിക്കും ഒന്ന് പൊട്ടിയിരിക്കുന്ന സമയമാണ്, ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. അന്ന് അപ്പൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരി ഞാനാണ്. അപ്പോൾ എൻ്റെ അപ്പൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു റിങ്ങും ഉണ്ട്, ഒരു 3000 രൂപയുണ്ട്. അത് മാത്രമേ ഫ്രാങ്ക്ലി എൻ്റെ മനസ്സ് തൊട്ട് പറയുകയാണ്. അപ്പോൾ എൻ്റെ അപ്പനോട് ഞാൻ ചോദിച്ചു, അപ്പോൾ അന്ന് ട്രീറ്റ്മെൻറ്റ് 30,000 റുപ്പീസ് പെർ വീക്ക് വേണം. അപ്പോൾ എന്ത് ചെയ്യും? ഒരു 19 ദിവസയുടെ എൻ്റെ പിറന്നാളിൻ്റെ അന്നാണ് ഞാൻ അറിയുന്നത് എൻ്റെ അപ്പൻ്റെ കിഡ്നിയാണ്, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. അന്ന് എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെ ബാവുട്ടി എന്നാണ് വിളിക്കുന്നത്. ബാവുട്ടി, എല്ലാം ദൈവം നോക്കിക്കോളും, എവറിത്തിങ് വിൽ റൺ. അത് ഇന്നും നോക്കുവാണെങ്കിൽ ദാറ്റ് ഈസ്. അപ്പം ഞാൻ നോക്കുക. അപ്പം ഞാൻ അപ്പോഴോട് ലോജിക്കൽ ചോദിച്ചു, ഹൗ വിൽ ഇറ്റ് ഹാപ്പൻ? അന്ന് അപ്പം പറഞ്ഞു വെയിറ്റ്. അന്ന് അപ്പൻ ദൈവത്തിൽ ഭയങ്കര ബിലീവറാണ്, ഹാർഡ് കോർ ബിലീവർ. ആൻഡ് ഐ സോ ദാറ്റ് പല ട്രാൻസാക്ഷൻ അപ്പം പലർക്ക് കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഇഷ്യൂ ഇറ്റ് ഓൾ കെയിം ബാക്ക്. അങ്ങനെ എൻ്റെ അപ്പൻ്റെ ട്രീറ്റ്മെൻറ്റ് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അപ്പൻ മരിക്കുന്നു. അപ്പൻ എന്നോട് പറഞ്ഞു 3 മാസം, ഇന്നേക്ക് 3 മാസം കൂട്ടിക്കോ, അപ്പോൾ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 19 വയസ്സുകാരുടെ പിറന്നാളിൻ്റെ അന്ന് കേൾക്കുന്നു, കൃത്യം ഡിസംബർ 3 എൻ്റെ അപ്പൻ വിട പറയുന്നു. അപ്പോൾ അതിൽ ഞാൻ കണ്ടൊരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്. അതായത് ആ ബിലീഫ് സിസ്റ്റം ഇൻസ്റ്റിൽ ചെയ്തിട്ടാണ് എൻ്റെ അപ്പനിൽ. അപ്പോൾ ഇപ്പോഴും എല്ലാവരും പറയും നടക്കില്ല എന്ന് പറയുമ്പോഴും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ലൈഫിൽ 2020 ഇതുപോലെ തന്നെ പെട്ടെന്നൊരു സ്റ്റാൻഡ് സ്റ്റിൽ ലൈഫ് ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിൽ വന്നു. അപ്പോൾ 1 ദിവസം 1.5 ദിവസം മുഴുവൻ ഞാനിരുന്ന് കരഞ്ഞു. കാരണം ലൈഫിൽ ഞങ്ങളൊരു വീട് വാങ്ങിച്ചു, അങ്ങനെ സ്റ്റില്ലായിരിക്കുമ്പോൾ എൻ്റെ അച്ചായനെ പെട്ടെന്ന് അച്ചായൻ്റെ ഒരു ജോലിക്കൊരു ഡ്രോപ്പ് വരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതിരിക്കും. അപ്പോൾ ഒരു വീട് വാങ്ങിക്കുമ്പോൾ നമുക്കറിയാമല്ലോ വീട് വയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും എൻ്റെ ലൈഫിൽ എൻ്റെ ഹൃദയത്തിൽ തട്ടുന്നതിന് എൻ്റെ മോൾ അന്ന് LKG ജോയിൻ ചെയ്യാൻ. അപ്പം ഞാൻ യൂറോ കിഡ്സിൽ വിടുന്നു. യൂറോ കിഡ്സ് വിട്ടുമ്പോഴാണ് ഈ ഒരു സംഭവം അറിയുന്നത്. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ഫണ്ടുണ്ട്, പക്ഷെ കൊറോണയാണ്, എനിക്ക് ജോലിയില്ല, അവിടെയില്ല, എന്ത് പറ്റും എന്നറിയില്ല. അന്ന് ഞാൻ ഏറ്റവും വേദനിച്ചെടുക്കേണ്ട ഒരു ഡിസിഷൻ, എൻ്റെ മോളെ ഞാൻ സ്കൂളിൽ വിടുന്നില്ല എന്നുള്ളത്.
അപ്പോൾ യൂറോ കിഡ്സ് ഞാൻ ഇറക്കുന്നു, ഞാൻ ഹോം സ്കൂൾ ചെയ്യുന്നു. ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി മകൾ സ്കൂളിൽ പോകുമ്പോൾ ഒരു പെയിൻഫുൾ ആണ്. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ അന്ന് വല്ലാണ്ടിരുന്ന് കരഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം രാത്രിയിൽ എൻ്റെ അപ്പൻ സ്വപ്നത്തിൽ വന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെ ഒരു ഒച്ചയാണ് ഞാൻ കേൾക്കുന്നത്, ജീവിതത്തിൽ 19 വയസ്സിൽ അന്ന് നീ പിടിച്ചു തന്നില്ലേ, ഇപ്പം നീ എന്താ തളരുന്നത്. ആ ഒരൊറ്റ വേർഡാണ്, ഓൾ ഇമ്പോസിബിൾ ചേഞ്ച്ഡ് ഇൻ ടു പോസിബിൾ. ഇപ്പോഴും എന്നോട് പലരും പറയും, ബിന്ദു ഇത് പോസിബിൾ അല്ല, ഇത് പക്ഷെ എൻ്റെ അപ്പൻ്റെ വാക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ തൊമ്മൻ അതുപോലെ പറയുന്നത്, ഇഫ് യു പുട്ട് എഫേർട്ട് യു വിൽ ഗെറ്റ് റിസൾട്ട്. സോ നമ്മളവിടെ പലരും നോ പറയാൻ 100 നാവ് കാണും. നമ്മൾ നമ്മളെ തന്നെ ബിലീവ് ചെയ്യുക. സോ ദി യൂണിവേഴ്സ് വിൽ ഓപ്പൺ. അതിനകത്തൊരു ചെറിയ ഒരു സംഭവം പറയാം, ഡ്രീംസ് കം ട്രൂ. ഒരു മൊമെന്റ് എടുത്തോട്ടെ. ഒരുപാട് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ക്വിസ് ചോദിച്ചൊരു രേഖ. അത് കഴിഞ്ഞ് എൻ്റെ പ്രഗ്നൻസി വാസ് എ വെരി ട്രബിൾസം, 9 months ഓൺ ദ ബെഡ്. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് രേഖ ചേച്ചി, അതുപോലെ തന്നെ ജോൺ ബ്രിട്ട സാറ്, ധന്യ വർമ്മ, ഇവരുടെ ഒരിക്കൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ മൊമെന്റ്. ഇത് തമാശയല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഒരിക്കൽ രേഖ ചേച്ചി എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ട്, അല്ലെങ്കിൽ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സാധനം. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞ ചേച്ചി സമയം ഉണ്ട് അതിന്. ഞാൻ ചേച്ചി വിളിച്ചപ്പോഴും പറഞ്ഞ ചേച്ചി, അത് ഞാൻ പറഞ്ഞത് വെച്ചാൽ സത്യമായിട്ട് നീ എന്തോ ആയിക്കോട്ടെ, ബട്ട് മനസ്സുകൊണ്ട് വല്ലാണ്ട് ആഗ്രഹിച്ചാൽ, ഇത് ഞാൻ എൻ്റെ സത്യമായിട്ട് പറയുന്ന, ദിസ് ഇസ് എ ഡ്രീം കം ട്രൂ. താങ്ക് യു സോ മച്ച്. ആൻഡ് അത് തന്നെ, ഇത് കോളേജിൽ ഐ എം സോ ത്രിൽഡ് ആൻഡ് ടച്ച്ഡ് ബൈ ദ വേ യു സ്പീക്ക്. ഈ കാര്യങ്ങളൊക്കെ ജെന്യുവിൻ ആണ്. ഇതിലൊന്നും ഒരു എന്താ ഇതല്ല. ഇതിൽ നിന്നും ഇത്രയും വിഷമത്തിൽ നിന്ന് വന്ന് പിന്നെ ഈ കോളേജ് ഇങ്ങനെ ഒരുപാട് അവാർഡൊക്കെ മേടിക്കുമ്പോൾ ഈ സക്സസും അവാർഡ്സ് ഒക്കെ മനസ്സിൽ എങ്ങനെയാണ് എടുക്കുന്നത്? അതിലെ എൻ്റെ മുതലാളി, എൻ്റെ തൊമ്മനെയാണ് ഞാൻ പറയേണ്ടത്. എന്നെ ഗ്രൂം ചെയ്ത അങ്ങേരാണ്. എൻ്റെ അപ്പൻ മരിച്ച പിന്നീട് എന്നെ കയ്യിൽ കിട്ടുന്ന തൊമ്മനാണ്. തൊമ്മൻ ഒരിക്കലും എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയല്ല, ഓപ്പൺലി ഇങ്ങനെ ഭയങ്കര എന്നോട് എപ്പോഴും തൊമ്മൻ പറയുന്നത് ഒരു കാര്യമാണ്, ഒരാളുടെ അപ്രിസിയേഷൻ കേട്ടിട്ട് നീ മോട്ടിവേറ്റഡ് ആയിരുന്നു. യു ഹാവ് ടു മോട്ടിവേറ്റ് യുവർ സെൽഫ്. സോ ദ കൈൻഡ് ഓഫ് എ ഗ്രൂമിങ് ദാറ്റ് ഹി ഹാസ് പുട്ട് ഓൺ മീ ഈസ് എ ഗ്രേറ്റ് തിങ്. ഓക്കെ, ദാറ്റ് ഈസ് എ ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി സക്സസ് ഉണ്ട്. ഇപ്പോൾ KBSനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റീസെന്റ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ് ബൈ ദി റീസെന്റ് എഡ്യൂക്കേഷൻ സമ്മിറ്റ് കിട്ടി. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ഹയർന്നുകൂടിയുണ്ട് മാർച്ചില് നാരി പുരസ്കാരം ഞാൻ പറയാൻ മറന്നുപോയി. പിന്നെ ഒരു റീസെന്റ് പറഞ്ഞ ടോപ്പ് 10 ഗെയിം ചേഞ്ചിങ് ലീഡേഴ്സ് അവാർഡ് ഇൻ എഡ്യൂപ്രണേഴ്സ് സെറ്റിപ്പറിനെ കിട്ടി. നോൺ IIMs ടോപ്പ് 50 നോൺ IIMs അവാർഡിൽ KBS സ്ഥാനം പിടിച്ചു 31. ഹയർ എഡ്യൂക്കേഷൻ റിവ്യൂവിൽ കേരളത്തിൽ നമ്പർ 3 ആയിരുന്നു. ദ വീക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ വായിക്കുന്നത് ദ വീക്കിൽ ടോപ്പ് നമ്പർ 1 എമർജിംഗ് ബി സ്കൂളായിട്ട് KBS. സോ ഇതൊക്കെ വരുമ്പോൾ ചോദിക്കും, അഹങ്കാരം തലയ്ക്ക് പിടിക്കരുത്. അഗെയിൻ ഐ ഗോ ബാക്ക് ടു മൈ ഫാദർ. എൻ്റെ അപ്പൻ ഒരു വാക്കുണ്ട്, എപ്പോഴും കുതികാലിൽ നീ നടക്കുന്ന നിന്റെ മനസ്സിൽ തോന്നും അന്ന് നിന്റെ ഫെയിലിയർ ആണെന്ന്. അപ്പോൾ എപ്പോഴെങ്കിലും അറിയാതെ ഇങ്ങനെ എന്ന് വരുമ്പോൾ ആ വാക്ക് എന്നെ അടിക്കും. കാരണം സത്യമാണ്, നമ്മൾ എപ്പോഴെങ്കിലും അതുകൊണ്ട് ഇതെല്ലാം ഉണ്ട്. ഇപ്പൊ കൈയടിക്കുന്നവർ രേഖ ചേച്ചി സീരിയസ്ലി നാളെ ഒരു പ്രശ്നം വന്നാൽ അപ്പം തിരിച്ചടിക്കും. ഈ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഓക്കെ ഉണ്ട്, നല്ല കാര്യം. ബട്ട് ഐ ആം വാട്ട് ഐ ആം. വെരി ട്രൂ. ഇത്രയും നേരം സംസാരിച്ച സത്യം പറഞ്ഞാൽ ഞാനൊരു കുറെ കോളേജ് ഇടനാഴിൽ കൂടെ പോയി, കുറെ മാത്സ് പുസ്തകങ്ങൾ കൂടെ പോയി, ഒരു PhD ഒരു പ്രഗ്നന്റ് ആയിട്ട് ഒരു ലേഡി കിടക്കുന്ന ഞാൻ വിഷ്വലൈസ് ചെയ്തു. അവരുടെ ഡ്രീം കമ്മിങ് ട്രൂ ഞാൻ കണ്ടു. ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാൻ കേട്ടു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. മീറ്റ് ദീദി ഇൻ ആക്ഷൻ. താങ്ക് യു.